ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال صلى الله عليه وسلم: كنت أول النبيين في الخلق وآخرهم في البعث. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനമുള്ള KICRലെ പണ്ഡിത മഹത്തുക്കളെ, സാദാത്തുക്കളെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകളെ, നമ്മുടെ ക്ലാസിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ചെറിയ സേവനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അവനിഷ്ടപ്പെട്ടത് പറയുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. നിശ്ചയം അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ സ്വലാത്ത് തുടങ്ങിയ കാലത്തെക്കുറിച്ച് സൂചനാത്മകമായി ഞാൻ പറഞ്ഞു പോവുകയുണ്ടായി. അതൊരു ചിന്താവിഷയമാണ്. എന്നാണ് സ്വലാത്ത് തുടങ്ങിയ കാലം? ഇന്നോ ഇന്നലെയോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്ദേശം കിട്ടിയത് മുതലോ, അതല്ലെങ്കിൽ നബി ജനിച്ചത് മുതലോ തുടങ്ങിയതല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അനാദികാലം മുതലേ തുടങ്ങി എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം ഇവിടെ അവതീർണമാകുന്നതിന് മുമ്പ് തന്നെ സ്വലാത്തിന്റെ മഹൽ വചനം ഇവിടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുകയാണ്. അതല്ലെങ്കിൽ സ്വലാത്ത് എന്ന് പറയുന്ന അനുഗ്രഹം അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭയുടെ മേലിൽ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വലാത്തിന്റെ ഒരു ആരംഭം കണ്ടെത്തുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണല്ലോ. ആ പ്രകാശമാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സത്ത. ആ പ്രകാശം എപ്പോൾ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചുവോ
ആ പ്രഭ എപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അഥവാ ആ പ്രഭ സൃഷ്ടിക്കാനുള്ള ഒരു ഇറാദത്ത് എപ്പോൾ സംഭവിച്ചുവോ ആ സമയം മുതൽ ഇവിടെ സ്വലാത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭയാണ് ആദ്യമായി പടച്ചത് എന്നും ആ പ്രഭ പ്രപഞ്ചമൊക്കെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടാവുകയും ഇനി ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെക്കുറിച്ചും തോന്നിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശദമായ ചർച്ചകൾ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു പറയുകയാണ്, കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫഅറത്തു, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു, അൻ ഉറഫ, ഞാൻ അറിയപ്പെടലിനെ ഞാൻ ഉദ്ദേശിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, അപ്പോൾ സൃഷ്ടിപ്പിനെ ഞാൻ സൃഷ്ടിച്ചു. ആ അൽ ഖൽഖിനെ ഞാൻ സൃഷ്ടിച്ചു. ഏതാണ് ആ അൽ ഖൽഖ്? ആ അൽ ഖൽഖ് എന്ന് പറയുന്നത് നൂർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുഹദീസുകളുടെയും ഒക്കെ അധ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിനെ അറിയപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സൃഷ്ടിയായിരിക്കുമല്ലോ സൃഷ്ടിക്കുക. അതാണ് അൽ ഖൽഖ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകന്റെ പ്രഭയാണ് ആദ്യമായി അള്ളാഹു പടക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻആമിൽ 163 ആയത്തിൽ വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ മുസ്ലിങ്ങളിൽ ആദ്യത്തവനാണ്. അന മിനൽ മുസ്ലിമീൻ എന്നും അന അവ്വലുൽ മുസ്ലിമീൻ എന്നും ഒക്കെ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതും അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതുമായി അങ്ങനെ പല ചർച്ചകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതില് ഈ വഅന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട്, വഴിപ്പെടുത്തപ്പെടുന്നവരിൽ, കീഴ്പ്പെടുത്തപ്പെടുന്നവരിൽ അഥവാ സമർപ്പിക്കപ്പെടുന്നവരിൽ ആദ്യത്തവൻ ഞാനാണ്, ഒന്നാമൻ ഞാനാണ്. ആ ആദ്യത്തെ സൃഷ്ടി അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ആയത്തിനെ ഫലിപ്പിക്കുന്നത് റൂഹുൽ മആനിയിലും റൂഹുൽ ബയാനിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച, ഈ ആയത്തിന്റെ ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. അന അവ്വലുൽ മുസ്ലിമീൻ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അവ്വലു മുസ്ലിമൈ ഉമ്മത്തിഹി, തന്റെ ഉമ്മത്തിന്റെ മുസ്ലിംകളിലെ ആദ്യത്തവൻ. വഖീല, പറയപ്പെടുന്നു അവ്വലുൽ മുസ്ലിമീന അജ്മഈൻ, മുഴുവൻ മുസ്ലിങ്ങളിലും ആദ്യത്തവൻ. ലിഅന്നഹു, കാരണം വഇൻ കാന മുതഅഖിറൻ ഫിർ റിസാലത്തി, റിസാലയിൽ അവസാനത്തവൻ ആണെങ്കിലും പിന്തിക്കപ്പെട്ടവൻ ആണെങ്കിലും ഫഹുവ അവ്വലുഹും ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ ആദ്യത്തവനാണ്. അപ്പൊ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമത്തവനാണ്, ആദ്യത്തവനാണ് എന്ന
ആ വചനം അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെയൊക്കെയും മുമ്പത്തെ സൃഷ്ടി എന്ന് ദ്യോതിപ്പിക്കുന്ന അധ്യാപനമാണ് നമുക്ക് നൽകുന്നത്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടനവധി ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വന്ന റിപ്പോർട്ടിൽ കാണാം, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, ബി അബി അൻത വ ഉമ്മി അഖ്ബിർനി അൻ ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബല അഷ്യാ. എന്റെ പിതാവും മാതാവും അങ്ങ് എന്റെ പിതാവും എന്റെ മാതാവും ഒക്കെയാണ് എന്നുള്ള അർത്ഥത്തിൽ പ്രവാചകനോട് പറയുകയാണ്, അഖ്ബിർനി, എന്നോട് പറയുക, എനിക്ക് വർത്തമാനം പറഞ്ഞു തരിക. അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല, ആദ്യമായി പടച്ച വസ്തുവിനെ കുറിച്ച് തൊട്ട്, ഖബൽ അഷ്യാ, എല്ലാ വസ്തുക്കളുടെയും മുമ്പ്, എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു പടച്ച സൃഷ്ടിപ്പ് എന്താണ് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരിക എന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ, ആരയാ ജാബിർ, നബി പറയുകയാണ്, ഏ ജാബിറെ, ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബറൽ അഷ്യാഇ നൂറ നബിയിക മുഹമ്മദ് നൂറ നബിയിക മിൻ നൂരിഹി. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ഖലഖ ഖബറൽ അഷ്യാ, എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് പടച്ചു, നൂറ നബിയിക മിൻ നൂരിഹി, തന്റെ പ്രവാചകന്റെ പ്രഭയെ മറ്റു നൂറുകളിൽ നിന്ന്, മറ്റു പ്രഭകളിൽ നിന്ന്, പ്രകാശങ്ങളിൽ നിന്ന് അങ്ങയുടെ നൂറിനെ പടച്ചു. ഇമാം ഖസ്തലാനി അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ ഇത് എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഗ്രന്ഥമാണ് അൽ മവാഹിബുൽ ലദുന്നിയ. അതിൽ ഈ വിഷയം എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും ആദ്യത്തെ സൃഷ്ടി അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ പ്രകാശം അത് നൂറ്റാണ്ടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഉത്തമ നൂറ്റാണ്ടുകളെല്ലാം കടന്ന് ഇങ്ങനെ വരികയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ഖർനി, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ഖർനി ബനി ആദം ഖർനൻ ഫഖർനാ ഹത്താ കുന്തു മിനൽ ഖർനിൽ ലദീ കുന്തു ഫീഹ്. നൂറ്റാണ്ടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരികയാണ്. ഉത്തമ നൂറ്റാണ്ടുകളിൽ മഹാരഥന്മാരായ അമ്പിയാക്കളുടെ മുഴുവൻ നൂറ്റാണ്ടുകളിലൂടെയും സഞ്ചരിച്ച് അവരുടെ മുതുകിലൂടെ സ്പർശിച്ച് ഇങ്ങനെ കടന്നു വരികയാണ്. ഹത്താ കുന്തു മിനൽ ഖർനിൽ ലദീ കുന്തു ഫീഹ്, ഞാൻ ഏത് ഒരു നൂറ്റാണ്ടിൽ ഉണ്ടായോ ആ നൂറ്റാണ്ട് വരെ. വളരെ വ്യക്തമായ ഒരു അറിവാണ് നമുക്ക് ഈ നൽകുന്നത്. നൂറ്റാണ്ടുകളിലൂടെ പ്രവാചകൻ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അങ്ങനെയാണ് കുന്തു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅത്തി, നബിമാരിൽ ഏറ്റവും ആദ്യത്തവൻ ഞാനായിരുന്നു, നിയോഗത്തിൽ അവരിൽ ഏറ്റവും അവസാനത്തവൻ ഞാനാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, മതാ വജബത്തിലേക്ക് നുബുവത്ത് എപ്പോഴാണ് അങ്ങേക്ക് നിർബന്ധമായത്, നുബുവത്ത് എപ്പോഴാണ് അങ്ങേക്ക് നിർബന്ധമായത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വ ആദമു ബൈന റൂഹി വൽ ജസദ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാവിന്റെയും ശരീരത്തിന്റെയും മധ്യേ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് എനിക്ക് നുബുവത്ത് ലഭിച്ചത് എന്ന്. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ലീഡറാണ്.
ആ ലീഡർ നേരത്തെ നുബൂവത്ത് എന്ന് പറയുന്ന പട്ടം കിട്ടിക്കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന തരത്തിലാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നൂറ്റാണ്ടിലേക്ക് ജന്മം കൊണ്ട പിറവിയെടുത്ത ഈ നൂറ്റാണ്ടിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് പോന്നതാണെന്ന് വിശുദ്ധ ഖുർആനിലെ തന്നെ ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലൂടെയുള്ള അങ്ങയുടെ ഇങ്ങനെ മറിഞ്ഞുള്ള പോക്ക് എന്ന അർത്ഥത്തിൽ ഖുർആൻ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലൂടെയുള്ള അങ്ങയുടെ പ്രയാണം. സുജൂദ് ചെയ്യുന്നവരിലൂടെയുള്ള അങ്ങയുടെ പ്രയാണം എന്ന് അർത്ഥം കുറിക്കുന്ന ഖുർആനിക വചനം നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് കടന്നു വരികയാണ്. സാഷ്ടാംഗം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള നിന്റെ ചലനം, നിന്റെ ആ നീക്കം, നിന്റെ പ്രയാണം, വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള അങ്ങയുടെ ചലനവും അള്ളാഹു കാണുന്നവനാണ് എന്ന ആ വചനത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വതഖല്ലുബക ഫീ അസ്ലാബിൽ അംബിയാഇ ഹത്താ അഖ്റജക വതഖല്ലുബക ഫീ അസ്ലാബിൽ അംബിയാഇ, അംബിയാക്കളുടെ മുതുകളിലൂടെയുള്ള അങ്ങയുടെ പ്രയാണം, അങ്ങയുടെ സഞ്ചാരം, അങ്ങയുടെ ചലനം, ഹത്താ അഖ്റജക, അങ്ങയെ പുറപ്പെടുവിക്കുന്നതുവരെ. ഇമാം റാസിയും ഖുർത്തുബിയും ഒക്കെ ഇതിനെ ഈ രീതിയിൽ എഴുതി വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അന്നല്ലാഹു തആല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നഖല റൂഹഹു മിൻ സാജിദിൻ ഇലാ സാജിദ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നഖല റൂഹഹു, തന്റെ റൂഹിനെ നീക്കിയിരിക്കുന്നു, മിൻ സാജിദിൻ, ഒരു സുജൂദ് ചെയ്യുന്നവരിൽ നിന്ന്, ഇലാ സാജിദിൻ, മറ്റൊരു സുജൂദ് ചെയ്യുന്നവരിലേക്ക്. അസുലാബിൽ അംബിയ എന്നല്ലേ പറഞ്ഞത്? അംബിയാക്കളുടെ അസുലാബിൽ അംബിയായി, അംബിയാക്കളുടെ മുതുകളിലൂടെ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അംബിയാക്കൾ എന്ന് പറയുന്ന സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം ചെയ്യുന്ന, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഔന്നിത്യമുള്ള ഈ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിലൂടെ ആ സുജൂദ് ചെയ്യുന്നവരിലൂടെയുള്ള നീക്കം, ആത്മാവിനെ ഒരു സുജൂദ് ചെയ്യുന്നവരിൽ നിന്ന് മറ്റൊരു സുജൂദ് ചെയ്യുന്നവരിലേക്കുള്ള ആ നീക്കം അങ്ങനെ നീങ്ങിക്കടന്നു വരികയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ? ലം അസൽ അൻഖുലു മിൻ അസ്ലാബിത് ത്വാഹിരീന ഇലാ അർഹാമിത് ത്വാഹിറാത്ത്, ലം അസൽ അൻഖുലു മിൻ അസ്ലാബിത് ത്വാഹിരീന ഇലാ അർഹാമിത് ത്വാഹിറാത്ത്, പവിത്രവാന്മാരായ ആളുകളുടെ മുതുകളിൽ നിന്ന് പവിത്രവതികളായ ആളുകളുടെ ഗർഭപാത്രത്തിലേക്ക് ആ രീതിയിൽ ഇങ്ങനെ വളരെ പവിത്രമായ രീതിയിൽ ഇങ്ങനെ കടന്നു വരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ഹദീസുകളും ഈ അധ്യാപനങ്ങളും ഈ പഠനങ്ങളുമൊക്കെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവാൻ കാരണക്കാരനാണ്. ആദ്യത്തെ സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉത്തമ നൂറ്റാണ്ടുകളിലൂടെ ഇങ്ങനെ കടന്നു വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 കഅബാലയത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ളയുടെയും ആമിനായുടെയും റളിയല്ലാഹു തആല അൻഹുമ അവരുടെയൊക്കെ സന്തത സഹചാരിയായി, സീമന്തപുത്രനായി, ഈ ലോകത്തിന്റെ നായകനായി ജന്മം കൊള്ളുകയാണ്. അപ്പൊ ഔട്ടാത്മീയമായ ചലനവും പ്രയാണവും ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പേ അവിടുന്ന് പ്രവാചകനാണ്. അങ്ങനെ കടന്നുവരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും ലീഡറാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ മഹൽ വചനങ്ങളൊക്കെയും നമുക്ക് ചിന്തോദ്ദീപകമാണ്.
വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹു ഉടമ്പടി സ്വീകരിക്കുകയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരുമെന്നും വന്നാൽ ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കണമെന്നുമൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ചിന്തകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ 81-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ قَالَ أَأَقْرَرْتُمْ وَأَخَذْتُمْ عَلَى ذَلِكُمْ إِصْرِي قَالُوا أَقْرَرْنَا قَالَ فَاشْهَدُوا وَأَنَا مَعَكُمْ مِنَ الشَّاهِدِينَ. വിശുദ്ധ ഖുർആനിലെ ഈ അധ്യാപനം വളരെ ചിന്തകൾ നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. അള്ളാഹു പ്രവാചകന്മാരോട് ഉടമ്പടി സ്വീകരിക്കുന്ന സന്ദർഭം, വൈദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീന, നബിമാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടികൾ സ്വീകരിക്കുന്ന സന്ദർഭം, ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, ഞാൻ നിങ്ങൾക്ക് കിതാബും തത്വജ്ഞാനവും നൽകുകയും ചെയ്തിരിക്കുന്നു. സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിനെ വാസ്തവമാക്കും വിധം ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ വരികയാണ് എങ്കിൽ, ലതുഅ്മിനുന്ന ബിഹി, തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും, വലതൻസുറുന്നഹു, അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകനെ, ആ റസൂലിനെ നിങ്ങൾ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന്. അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, നിങ്ങൾ സമ്മതിക്കുന്നോ? ഖാല, അല്ലാഹു പറയുകയാണ്, അഖറർതും, നിങ്ങൾ സമ്മതിക്കുന്നോ? വഅഖദ്തും അലാ ദാലികും ഇസ്രി, അക്കാര്യത്തിൽ, ആ വിഷയത്തിൽ, ഞാൻ ഈ പറയുന്ന സംഗതിയിൽ നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? എന്റെ ഉത്തരവാദിത്തം, ബാധ്യത നിങ്ങൾ നിറവേറ്റുമോ? ഖാലു, ആത്മീയ ലോകത്ത് പ്രവാചകന്മാരുടെ എല്ലാം ആത്മാവുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ സംഭാഷണമാണ്, ആ ഉടമ്പടിയാണ്. അവരെയൊക്കെ ഹാജരാക്കിയിട്ട് ചോദ്യോത്തരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നു, അവർ ഖാലു, പ്രവാചകന്മാർ പറയുന്നു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഷ്ഹദൂ വഅനാ മഅകും മിനശ് ശാഹിദീൻ, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കുക, ഞാനും നിങ്ങളോടൊപ്പം ഷാഹിദാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ അമ്പിയാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു ചർച്ച. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വരും. ഈ മുഴുവൻ അമ്പിയാക്കളുടെയും ഒരു ലീഡർ, വരാനിരിക്കുന്ന ലീഡറുണ്ട്. ആ നായകൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുള്ള കാലത്താണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കണം എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു മുൻ ഓർഡർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. അവരത് സ്വീകരിക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. അവ ഖുർആനിന്റെ നസ്സ് കൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് വലിയ ചർച്ചകൾ ഖുർആനിലൂടെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാവ്യശകലത്തിലൂടെ ഈ ഭാഗം നമ്മെ ശരിക്ക് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മറ്റു അമ്പിയാക്കളുടെ അടുക്കൽ എങ്ങനെയാണ്? മറ്റു പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദുർ റസൂലുള്ളാഹി ആരാണ് എന്ന രീതിയിലുള്ള വലിയ ചർച്ച ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യുകയാണ്. അദ്ദേഹം പാടുന്നു, ഫഇന്നഹു ശംസു ഫളിൻ ഹും കവാകിബുഹാ യുദ്ഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമീ. ഫഇന്നഹു, അപ്പോൾ നിശ്ചയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശംസു ഫളിൻ, സൂര്യന്റെ ശ്രേഷ്ഠതയാണ്. ഹും, അവർക്കിടയിൽ, ഹും അവരാകുന്നത് കവാകിബുഹ, മറ്റു പ്രവാചകന്മാർ സൂര്യനിൽ നിന്ന് വെളിച്ചം പകർന്നെടുത്ത് കഴിയുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയുടെ സൂര്യനും മുൻകാല പ്രവാചകന്മാർ ആ സൂര്യനെ ചുറ്റി നിൽക്കുന്ന നക്ഷത്രങ്ങളുമാണെന്ന്. എന്നാ ഇവകളൊക്കെയും അവകളൊക്കെയും ജോലി എന്താ? യുദ്ഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമീ, ഇരുളിലകപ്പെട്ട മനുഷ്യമക്കൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുകയാണ് അവരുടെ ജോലി. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു അമ്പിയാക്കളും എങ്ങനെയെന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. സൗരയുധത്തിന്റെ കഥ എടുത്തു നോക്കിയാൽ ആകാശലോകത്തെ പ്രപഞ്ചത്തിലെ സൗരയുധം നമുക്കറിയാം. അതിൽ സൂര്യനാണല്ലോ നായകൻ, അല്ലെ? സൂര്യനാണ് അതിൽ നായകൻ. ഭൂമിയും ചന്ദ്രനും ശനിയും ശുക്രനുമെല്ലാം കേവലം പ്രകാശമില്ലാത്ത ഗോളങ്ങളാണ്. എന്നാലോ അതൊക്കെ ആ പ്രകാശം സ്വീകരിക്കുന്നത് സൂര്യനിൽ നിന്നാണ് എന്നതുപോലെയാണ് മറ്റുള്ള പ്രവാചകന്മാരെല്ലാവരും ഊർജം പകരുന്നത്, വെളിച്ചം പകരുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വെളിച്ചത്തിൽ നിന്നാണെന്ന് ഇമാം ബൂസൂരി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഏറ്റവും വലിയ വെളിച്ചം, ആ വെളിച്ചത്തിൽ നിന്ന് ആണ് മറ്റുള്ളവരൊക്കെയും വെളിച്ചം പകരുന്നത്. മറ്റുള്ള പ്രവാചകന്മാരെല്ലാവരും ശ്രേഷ്ഠരാണ്, അവരൊക്കെയും മഅസൂമുകളാണ്, അവരൊക്കെയും ഉന്നത സ്ഥാനമുള്ളവരാണ്, അവർക്കും സ്ഥാനവും മഹത്വവും എല്ലാ നബിമാർക്കുമുണ്ട്. അവർക്കും പ്രവാചകന്മാരുടെ മുഴുവൻ പദവികളും വകവെച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ഇത്തരത്തിലുള്ള പദവികളിലേക്ക് എത്തിപ്പെടുന്നത് അവരുടെയൊക്കെയും മുമ്പ് ഈ പ്രപഞ്ചത്തിന് മുഴുവനും വെളിച്ചം നൽകിക്കൊണ്ട് ഇവിടെ പ്രഭ പരത്തിക്കൊണ്ട് നിലകൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭയിൽ നിന്നാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിങ്ങോട്ട് ഉദയം കൊള്ളുന്നതോടുകൂടി മറ്റുള്ളവയെല്ലാം അസ്തമിക്കുകയാണ്. അതല്ലെങ്കിൽ ശരീഅത്തിന്റെ നിയമവ്യവസ്ഥയുടെ കാര്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതിനാണ് പ്രസക്തി. അപ്പോൾ ചന്ദ്രനും ശനിയും ബുധനും ശുക്രനുമൊക്കെ സൂര്യനിൽ നിന്നും വെളിച്ചം പകർന്ന് കഴിയുന്നത് പോലെ മറ്റുള്ള പ്രവാചകന്മാരെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് പരിസമാപ്തി കുറിക്കാനും അതിനെ അവരുടെ ആ പ്രവാചകന്മാരുടെയൊക്കെ വഴിയെ അസ്ഥിവാരമിടാനും അടിവരയിടാനുമാണ് ഭൗതിക ശരീരവുമായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ വെളിച്ചത്തിൽ
ഈ പ്രപഞ്ചങ്ങളുടെ ഒക്കെയും അതിന്റെ സത്തയും സത്യവുമായിട്ട് നിലകൊള്ളുന്നത് അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടനവധി മഹത്വങ്ങൾ, ഒട്ടനവധി ശ്രേഷ്ഠതകൾ ഈ പറഞ്ഞതുപോലെ തന്നെ എണ്ണി എണ്ണി പറയാൻ നമുക്ക് സാധിക്കും. അവിടുന്ന് അള്ളാഹു നൽകിയ ഔദാര്യവും മഹത്വവും ബഹുമതിയും എണ്ണമറ്റതാണ്. നാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സ്വലാത്തും ആ ഗണത്തിൽപ്പെടുന്നതാണ്. സ്വലാത്ത് എന്ന് പറയുന്ന ആ ഒരു ഗുണാശംസ നേരുക എന്നുള്ളത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ബഹുമതിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാമല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ മഹത്വത്തെ നാം ഉയർത്തി തന്നിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ ഓർമ്മയെ, അങ്ങയുടെ ശ്രുതിയെ, അങ്ങയുടെ ഓർക്കലിനെ നാം ഉയർത്തി തന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം പറയപ്പെടാത്ത ഒരു നിമിഷവും ഈ അന്തരീക്ഷത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. ഓരോ നിമിഷവും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും, ബി അൻ തുദ്കറ മഅ ദിക്രി ഫിൽ അദാനി വൽ ഇഖാമത്തി വൽ ഖുതുബത്തി വഗൈരിഹാ എന്ന് തുടങ്ങുന്ന, അഥവാ ബാങ്കിലും ഇഖാമത്തിലും അതുപോലെ ഖുതുബകളില് തശഹ്ഹുദില് അങ്ങനെ തുടങ്ങി ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന എത്രയോ കർമ്മങ്ങളിൽ, എത്രയോ ഘട്ടങ്ങളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമത്തെ ഇങ്ങനെ പറയുകയും സ്വലാത്ത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ അന്തരീക്ഷത്തിൽ. ഒരു നിമിഷവും ഇവിടെ പറയപ്പെടാതെ പോകുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ. അള്ളാഹുവിന്റെ പേര് പറയുന്നതോടുകൂടി ബാങ്ക് ശരിയാവണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നബിയുടെ പേരിനെ പറയാതെ പൂർത്തിയാവുകയില്ല, ശരിയാവുകയില്ല. ഇഖാമത്ത് ശരിയാവുകയില്ല. ഒരു ജുമുഅയുടെ ഖുതുബ നടക്കണമെങ്കിൽ, ഖുതുബ ശരിയാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിനെ ചൊല്ലണം. ഒരു നിക്കാഹിന്റെ ഖുതുബ ശരിയാവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിനെ ചൊല്ലണം. അതുപോലെ എന്തിനേറെ പറയും, നിസ്കരിക്കുന്നവൻ നിസ്കാരം ശരിക്ക് പൂർത്തിയാക്കണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് വളരെ വ്യക്തമായി സ്വലാത്ത് ഉച്ചരിക്കണം, സ്വലാത്ത് ചൊല്ലണം. അതുപോലെ സലാമിനെ ചൊല്ലണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ആ ഭാഗം നമുക്ക് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു പോവുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ അങ്ങയുടെ മേൽ സലാം ഉണ്ടാവട്ടെ. ആ അയ്യുഹായൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടണമെങ്കിൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലൽ പുണ്യമുള്ള സമയങ്ങളും സന്ദർഭങ്ങളും നിമിഷങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മുടെ വഴിയെയുള്ള ചർച്ചയിൽ വരുന്നുണ്ട്. അതിന്റെ മൗത്തിനുകൾ, അത് നടക്കേണ്ടുന്ന ഘട്ടങ്ങൾ, സ്വലാത്ത് പുണ്യമുള്ള സന്ദർഭങ്ങൾ, സമയങ്ങൾ, അത് വാജിബായ ഘട്ടങ്ങൾ, സുന്നത്തായ ഘട്ടങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ആ ഭാഗങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ മഹത്വം എന്ന ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ അല്ലാഹു അങ്ങേയറ്റം ഉയർത്തിയിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ വാരി വിതറി നൽകപ്പെട്ട
ഒരു സൃഷ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് മഹത്വത്തിന്റെ കഥകൾ പറയുമ്പോൾ വേറെയും പല ആയത്തുകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നമുക്കറിയാം, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാഹ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാഹ്. അങ്ങയുടെ നാഥൻ അങ്ങേക്ക് നൽകുന്നതാണ്, ഫതർലാഹ് തൃപ്തിപ്പെടും വരെ, വലസൗഫ യുഅതീക അങ്ങേക്ക് ശേഷം നൽകുന്നതാണ്, റബ്ബുക തങ്ങളുടെ റബ്ബ്, ഫതർലാഹ് അപ്പോൾ തങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യും. അപ്പൊ തൃപ്തി വരുവോളം, അങ്ങ് തൃപ്തിപ്പെടുന്നതുവരെ, പ്രവാചകൻ തൃപ്തിയാവോളം അള്ളാഹു നൽകും, ശേഷം നൽകും. ഇതുപോലെ ഇതിലേറ്റവും ഗംഭീരമായ സമ്മാനമാണ്, ഔദാര്യവുമാണ് പ്രവാചക പൂങ്കവരുടെ പേരും പ്രശസ്തിയും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉയർത്തിക്കാണിക്കുന്നു എന്നത്. സർവ്വലോകങ്ങളിലും സർവ്വദിക്കുകളിലും ഈ സമുന്നതമായ പേര് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുഴങ്ങിക്കേൾക്കുകയാണ്. ആകാശലോകത്തും അന്തരീക്ഷത്തിൽ മുഴുവനും ഭൂമിലോകത്തും അങ്ങനെ എല്ലാ ഭാഗത്തും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔന്നിത്യം മനസ്സിലാക്കാൻ നമുക്ക് ഇതൊക്കെയും വലിയ പാഠങ്ങളാണ്. ഈ സൂറത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ ഈ ആയത്തിനെയോട് യോജിപ്പിക്കും വിധം ഒരു കവി പാടുകയാണ്. ഖറഅനാ ഫിൽ ളുഹാ വലസൗഫ തർലാഹ് വസറ ഖുലൂബനാ ദാകൽ അതാഉ. ഖറഅനാ ഫിൽ ളുഹാ വലസൗഫ തർലാഹ് വസറ ഖുലൂബനാ ദാകൽ അതാഉ. വഹാശാ യാ റസൂലല്ലാഹി തർലാഹ് വഫീനാ മൻ യുഅദ്ദബു ഔ യുസാഉ. സൂറത്തുൽ ളുഹയിൽ ഞങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, വലസൗഫ തർലാഹ് അങ്ങേക്ക് തൃപ്തിയാകുന്നതുവരെ, ശേഷം അങ്ങ് തൃപ്തിപ്പെടുന്നതുവരെ അങ്ങേക്ക് നൽകും എന്നാണല്ലോ അള്ളാഹു ഓതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ നൽകൽ, ആ ദാനം നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു. വസറ ഖുലൂബനാ ദാകൽ അതാഉ, ആ നൽകൽ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. വഹാശാ യാ റസൂലല്ലാഹി തർലാഹ് വഫീനാ മൻ യുഅദ്ദബു ഔ യുസാഉ. പ്രവാചകരെ, അങ്ങ് സംതൃപ്തമാകുമോ, അങ്ങ് തൃപ്തിപ്പെടുമോ? ഞങ്ങളിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാൾ ബുദ്ധിമുട്ടുമ്പോഴോ വിഷമിക്കുമ്പോഴോ അങ്ങ് സംതൃപ്തമാകുമോ എന്ന് കവിയുടെ ഒരു വേദനാജനകമായ രീതിയിലുള്ള സന്തോഷം കലർന്ന ഒരു സംഭാഷണമാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നൽകിയ അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്വത്തിന്റെ ആ ഒരു വിലയാണ് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഔദാര്യം അത് വളരെ വലിയതാണ്. അത് നമുക്ക് എണ്ണി പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത വിധം വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ പരന്ന് കിടക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔന്നിത്യം, ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് 24 മണിക്കൂറും ഈ പ്രപഞ്ചത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമത്തെ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്ത് ഇങ്ങനെ വർഷിക്കുക തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ. ഈ സ്വലാത്തിലൂടെ പുണ്യം കരഗതമാക്കുന്ന എത്രയോ സത്യവിശ്വാസികൾ സ്വലാത്തിലൂടെ, സലാമിലൂടെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പൊ ആ തുടങ്ങിയ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അനാദികാലം തൊട്ട് തന്നെ തുടങ്ങി
അനന്തമായി നീണ്ടുപോകുന്ന ആ സ്വലാത്തിന്റെ വചനം ഇവിടെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചങ്ങളൊക്കെയും ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ അവിടുത്തെ പ്രഭ ഇവിടെ ഉണ്ട്. അവിടുന്ന് ഒരു പ്രവാചകൻ തന്നെയായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ആ ആയത്തിന്റെ ബാക്കി പത്രം യുസല്ലൂന അലൻ നബിയ്യി, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചതായ ജനങ്ങളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചതായ ജനങ്ങളെ, സത്യവിശ്വാസികളെ. വിശ്വാസികളാണ് ഉദ്ബോധനം, വിശ്വാസികളോടാണ് കൽപ്പന. ഈ കൽപ്പന അത് വുജൂബിനുള്ള കൽപ്പനയാണ്, അംറു വുജൂബിനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച ജനങ്ങളെ, സ്വല്ലു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അത് കൽപ്പന വുജൂബിനാണ്, നിർബന്ധമാണ്. ഈ കൽപ്പന വിശ്വാസികളോടാണ്. അലൈഹി വസല്ലിമു തസ്ലീമ, അങ്ങോട് പരിപൂർണമായ സലാമിനെയും അർപ്പിക്കുക, സലാമും പറയുക. അപ്പൊ സ്വലാത്തും സലാമും വിശ്വാസികളുടെ മേലിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഇങ്ങനെ കോരി ചൊരിയൽ നിർബന്ധമാണ്. അത് ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. അതില്ലാതെ അവന്റെ ഈമാൻ പരിപൂർണമാവുകയില്ല. സലാം എന്ന് പറയുന്നത് വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന സംഗതിയാണ്. സ്വലാത്ത് പോലെ തന്നെ സലാമും വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. സ്വലാത്ത് എങ്ങനെ എന്നത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ സലാം പറയണം എന്നാണ്. നബിയുടെ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹയാത്ത് കാലത്ത്, മരണശേഷവും നബിയുടെ മസ്ജിദിലേക്ക് ചെല്ലുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് ചെല്ലണമെന്നാണ്. തഹിയ്യത്തിന്റെ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് തുടങ്ങുന്ന സ്വലാത്തിന്റെ വ്യത്യസ്ത വചനങ്ങൾ അത് ചൊല്ലി അവിടുന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകനോട് വളരെ ഹൃദ്യമായ രീതിയിൽ സലാം പറയൽ ഒരു വിശ്വാസിയുടെ കടമയും ബാധ്യതയുമാണ്. ആ സലാം അതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഈ സലാം എന്ന് പറയുന്നതിനെ ചർച്ച ചെയ്യുമ്പോഴും സ്വലാത്തിനെ ചർച്ച ചെയ്യുമ്പോഴും നിർബന്ധ കർമ്മങ്ങളിൽ വരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അത് പറയപ്പെടാതെ ആ കർമ്മം പൂർണ്ണമാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സലാം എന്ന് സൊല്ലു അലൈഹി, നബിയുടെ മേലിൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുക. വസല്ലിമു തസ്ലീമ, ഇത് രണ്ടും തുല്യ നിലക്കാണ് പറഞ്ഞത്, രണ്ടും തുല്യ അർത്ഥത്തിലാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വലാത്തും സലാമും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ഒരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു സലാമില്ലാതെ സ്വലാത്ത് നടക്കുന്നില്ല. അത് അങ്ങനെ തന്നെ പൂർവീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ ആയത്തിന്റെ ആ ഒരു ഉദ്ബോധനത്തിന്റെ ആ കൽപ്പനയുടെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. സ്വലാത്തിലൊക്കെയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്തിലും അതുപോലെ മഹത്വക്കളായി നമുക്ക് പഠിപ്പിച്ചു തന്ന പല സ്വലാത്തിലും സലാമ് കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള സ്വലാത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വലാത്തിന്റെയും സലാമിന്റെയും ഒക്കെ സാരം വിശദമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നിസ്കാരം വരെ പൂർത്തിയാവണമെങ്കിൽ, ഒരു വിശ്വാസിയുടെ നിസ്കാരം പൂർത്തിയാവണമെങ്കിൽ എന്തു വേണം? സലാം ചൊല്ലണം. സലാം ചൊല്ലാതെ നിസ്കാരം പൂർത്തിയാവുകയില്ല. അത്തഹിയാത്ത് ചൊല്ലി ഇങ്ങനെ പോകുമ്പോ നമുക്കറിയാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലയോ പ്രവാചകരെ, അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ സലാമും റഹ്മത്തും ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് ശരിക്കും നമ്മൾ സലാം പറയും പ്രകാരം പൂർണ്ണമായ സലാമിന്റെ വചനമാണ് അവിടെ ഉച്ചരിക്കുന്നത്. അത് എങ്ങനെയാ? നേരിട്ട് വിളിച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അയ്യുഹ എന്നതിന് അറബി വ്യാകരണ ശാസ്ത്രപ്രകാരം രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട് തട്ടി ഇരുന്നു കൊണ്ട്
സംഭാഷണം നടത്തപ്പെടുമ്പോഴാണ് അയ്യുഹ എന്ന് പറയുക എന്നാണ്. അങ്ങനെ അയ്യുഹൻ നബിയു എന്ന പദപ്രയോഗമാണ് നടത്തിയത്. അത് മുഹാത്തബിനോട് സംഭാഷണം ചെയ്യപ്പെടുന്ന ആളോട് നേർക്ക് നേരെയുള്ള സംഭാഷണമാണ്. ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തും മരണശേഷവും നിസ്കാരത്തിലുള്ള ആ സ്വലാത്തിന്റെ വചനം ഇങ്ങനെ അനുദിനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ട് യാതൊരു വിശ്വാസത്തിന് കോട്ടവും വിശ്വാസികൾക്ക് പറ്റുന്നില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് പോലെ, നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ വിളിച്ചു പറയുന്നത് പോലെ, അവിടുന്ന് നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു ഉറപ്പുള്ളതുപോലെ, അങ്ങനെ ആ രീതിയിൽ തന്നെ രണ്ടാളുകൾ തമ്മിൽ മുഖാമുഖം ഇരുന്നുകൊണ്ട് സംഭാഷണം ചെയ്യപ്പെടുന്ന രീതിയിൽ പറയുകയാണ്. ലോകത്തിന്റെ ഏതേത് കോണിലുള്ളവരായാലും ഏത് ലോകത്ത് ജീവിക്കുന്നവരായാലും മുസ്ലിം സമൂഹം ഒന്നടങ്കം നിസ്കാരത്തിലും അല്ലാത്തപ്പോഴുമൊക്കെ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ, ഏ നബിയെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന രീതിയിൽ ഇങ്ങനെ ചൊല്ലുകയാണ്. ഈ അഭിവാദ്യവും പ്രത്യാഭിവാദ്യവുമൊക്കെ, ഈ സലാമൊക്കെ ചൊല്ലിയാൽ അവിടുന്ന് അത് കേൾക്കുകയും ഉത്തരം നൽകപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ഹദീസുകൾ വഴിയെ നമുക്ക് ചർച്ച ചെയ്യപ്പെടാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നുണ്ടല്ലോ, എന്നോട് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് സലാം ചൊല്ലിയാൽ മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാൽ മാ മിൻ അഹദിൻ, ഒരാളുമില്ല, യുസല്ലിമു അലയ്യ, എന്റെ മേൽ സലാം ചൊല്ലുന്നവരിൽ ഒരാളുമില്ല, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, എന്റെ ആത്മാവിനെ എന്റെ മേൽ മടക്കിയിട്ടല്ലാതെ, ഹത്താ അറുദ്ദ അലൈഹി സലാം, അവന്റെ മേൽ സലാമിനെ ഞാൻ മടക്കുന്നത് വരെ എന്റെ ആത്മാവ് എന്നിലേക്ക് മടങ്ങി വരികയും, ഒരാളേക്ക് സലാം ചൊല്ലിയാൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന്, അടുത്തു നിന്നാവട്ടെ ദൂരത്തു നിന്നാവട്ടെ, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ഒരാൾ എനിക്ക് സലാം ചൊല്ലിയാൽ ആ സലാം ഞാൻ കേൾക്കുകയും ഞാനത് മടക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ പോലും വിശ്വാസി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നേർക്ക് നേരെ അഭിസംബോധനം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വലാത്തും സലാമും, സ്വലാത്തിന്റെയും ചില ഭാഗങ്ങളൊക്കെ ഇനിയും പറയുവാനുണ്ട്. ഞാൻ ഈ വിഷയം അല്പം നീണ്ടുപോയിട്ടുണ്ട്, സമയം ഇനിയും കൂടുതലില്ല. ഏതായിരുന്നാലും ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും മഹബ്ബത്തും ഇഷ്കുമൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുകയും അവിടത്തോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തി ജീവിക്കുകയും ചെയ്യേണ്ടത് നമുക്കൊക്കെയും ബാധ്യതയുള്ളൊരു സംഗതിയാണ്. അതിനൊക്കെ ഇത്തരം പറയലും കേൾക്കലുമൊക്കെ ആ രീതിയിലേക്ക് അള്ളാഹു നമ്മുടെ മനസ്സിലെത്തിക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും സ്വലാത്തിന്റെ മഹത്വം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാതെ ആ അധ്യായം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അതുപോലെ മദീനയുടെ മഹത്വം പറയാതെ ആ അധ്യാപനം നമുക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവിന്റെ മഹത്വങ്ങൾ എണ്ണിപ്പറയാതെ നമുക്ക് ആ അധ്യായം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മദീനയോടുമൊക്കെയുള്ള അദമ്യമായ സ്നേഹവും ഇഷ്കും നമ്മുടെ മനോമുഖരത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ഓരോ വിശ്വാസിക്കും അഭികാമ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. സലാം എന്ന് പറയുമ്പോൾ സലാമിന്റെ വിഷയങ്ങളൊക്കെ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. അചേതന വസ്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞ രംഗങ്ങളുണ്ട്. അതുപോലെ സസ്യലതാദികൾ, മൃഗങ്ങൾ സലാം പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെ പലതും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ച പല സംഭവങ്ങളും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കല്ല് സലാം പറഞ്ഞ സംഭവങ്ങളും അതുപോലെ വൃക്ഷങ്ങളും സസ്യലതാദികളും സലാം പറഞ്ഞ സന്ദർഭങ്ങളും ഇങ്ങനെ പലതും ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ ചരിത്ര പശ്ചാത്തലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. മദീന എന്ന് പറയുന്ന ആ മണ്ണുമായി ബന്ധപ്പെട്ട ചില കാവ്യശകലങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റഷീദു അൽ ബഗ്ദാദിയുടെ ചില കാവ്യശകലങ്ങൾ കേൾപ്പിക്കപ്പെട്ടതുപോലെ ഏതാനും ചില കാവ്യശകലങ്ങൾ ബർക്കത്തിന് വേണ്ടി പാടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പറയലും കേൾക്കലും അറിയലുമെല്ലാം അവന്റെ അടുക്കൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുഹമ്മദ് റഷീദുൽ ബഗ്ദാദിയുടെ ഒന്ന് രണ്ട് കാവ്യശകലങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുഹമ്മദിൻ ربا طيبة اللهفي على ليلك الذي بأحمد يحكي قدره ليلة القدر رياح الصبا പ്രഭാതത്തിന്റെ മാരുത ഹുബ്ബി ബിഖബരി മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിലൂടെ അടിച്ചു വീശുക. വബുസ്സി അലൈന തീബ മിൻ ദാലിഖൽ ഖബരി വബുസ്സി അലൈന ഞങ്ങളുടെ മേൽ നീ പരത്തുക അത്തീബ ആ സൗർത്ത സുഗന്ധത്തെ മിൻ ദാലിഖൽ ഖബരി ആ ഖബറിൽ നിന്നുള്ള മദീനയിലെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബർ ഷരീഫിന്റെ അടുത്തേക്ക് പോകുന്ന കാറ്റിനോട് പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് റഷീദുൽ ബഗ്ദാദിയുടെ കാവ്യശകലമാണ്. അദ്ദേഹത്തിന് മദീനയിലേക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടില്ല. നജ്ദിലെ ഇറാഖിലെ ബഗ്ദാദിലെ നജ്ദിൽ ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ പാടുകയാണ്. പ്രഭാതത്തിൽ അടിച്ചു വീശുന്ന കാറ്റേ, പ്രവാചകന്റെ ഖബറിന്റെ അടുത്തേക്ക് നീ ആ സ്ഥലത്തേക്ക് നീ അടിച്ചു വീശുക. ആ ഖബറിൽ നിന്നുള്ള സൗരഭ്യം നീ ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. മദീനയിലെ കുന്നുകളെ പ്രവാചകൻ മുഖേന ലൈലത്തുൽ ഖദ്റിനോട് സമാനമായ നിങ്ങളുടെ രാത്രികൾ നഷ്ടമായതിനാലാണ് എന്റെ ദുഃഖം. ലൈലത്തുൽ ഖദ്റിനോട് സമാനമായ രാവുകള് ലൈലത്തുൽ ഖദ്റിനോട് സമാനമായ നിങ്ങളുടെ രാവുകള് അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റഷീദുൽ ബഗ്ദാദി പാടുകയാണ്. സഹാമൻ സഹാനഹനു സുകാരാ ബിഹുബ്ബിഹി വഅർവാഹുനാ മിൻ ശൗഖി അഹ്മദ ഫീ ഗസ്സി സുലീവൻ ഖുലി യാ നഫ്ഹത്തുൽ ഹയ്യ് സുലീവൻ ഖുലി യാ നഫ്ഹത്തുൽ ഹയ്യ് വഹ്മിലി സലാമൻ ഇലൽ ഹാദി വഅശ്വാഖനാ ഖുസ്സി സഹാമൻ സഹാനഹനു സുകാരാ ബിഹുബ്ബിഹി ഞങ്ങൾ ഉണർന്ന് പ്രവാചക സ്നേഹത്താൽ പ്രവാചക സ്നേഹത്തിന്റെ ലഹരിയിൽ നിന്നും ഞങ്ങൾ ഉന്മത്തരാണ്. ഞങ്ങൾ അതിലങ്ങോട്ട് ലയിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആസക്തിയാൽ സ്നേഹത്താൽ ഞങ്ങളുടെ ആത്മാവുകളൊക്കെ ഇങ്ങനെ ചങ്കിൽ കുടുങ്ങി ശ്വാസം മുട്ടുകയാണ്. ആ രീതിയിലുള്ള അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. സുലീവൻ ഖുലിയാ നഫ്ഹത്തുൽ ഹയ്യ് വഹ്മിലി സലാമൻ ഇലൽ ഹാദി വഅശ്വാഖനാ ഖുസ്സി ജനങ്ങളിലേക്ക് ജനപദത്തിലേക്ക് അടിച്ചു വീശുന്ന കാറ്റേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ആ സന്മാർഗദർശിയായ
പ്രവാചകരിലേക്ക് ഞങ്ങളുടെ അഭിവാദനം, ഞങ്ങളുടെ സലാമിനെ എത്തിച്ചു കൊടുക്കണം. ഞങ്ങളുടെ ഈ സ്നേഹത്തെപ്പറ്റി അവിടുന്ന് അവിടെ പറഞ്ഞു കൊടുക്കണം. സുലി വങ്കുലിയാ നഹ്ഫതൽ ഹയ്യി വഹ്മിലി സലാമൻ ഇലൽ ഹാദി വാശ്വാഖനാ ഖുസ്സി. ഞങ്ങളുടെ സ്നേഹത്തെപ്പറ്റിയുള്ള ചരിത്രം, ഞങ്ങളുടെ ഇഷ്കുമായി ബന്ധപ്പെട്ട ചരിത്രം, ഞങ്ങൾക്ക് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ ആ ഇഷ്കിന്റെ കഥ കാറ്റേ നീ അവിടെ പറഞ്ഞു കൊടുക്കണം എന്ന് കാറ്റിനോട് ഇങ്ങനെ പറയുകയാണ്. ഹമത് അദ്മുഇ ശൗഖൻ ലിതഖ്ബീൽ ഖബ്രിഹി തറാ ഖബ്ല അൻ നഫ്നാ അസൂറു ഖുബാഹാ ഹബീതു ഹവാ നജ്ദിൻ വദാക ലിഅന്നഹാ തമുറു അലാ വാദിൽ ഹബീബി ഹവാഹാ. പ്രവാചകന്റെ ഖബർ ചുംബിക്കാനുള്ള മോഹത്താൽ, ഷൗഖല്ലി തഖ്ബീലി ഖബ്രി, അവിടുത്തെ ഖബറിനെ ചുംബിക്കാനുള്ള മോഹത്താൽ എന്റെ കണ്ണുകൾ ഇങ്ങനെ കരഞ്ഞ് കലങ്ങി ഒഴുകുകയാണ്. തറാ ഖബ്ല അൻ നഫ്നാ അസൂറു ഖുബാഹാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് മദീനയിലെ ഖബർ സന്ദർശിക്കാനാകുമോ? മരിക്കുന്നതിന് മുമ്പ് ഖബർ സന്ദർശിക്കാൻ കഴിയുമോ എന്നിങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ട് കവി പാടുകയാണ്. ഹബീതു ഹവാ നജ്ദിൻ വദാക ലിഅന്നഹാ തമുറു അലാ വാദിൽ ഹബീബി ഹവാഹാ. നജ്ദിൽ നിന്നുകൊണ്ടാണ് കവി പാടുന്നത്. നജ്ദിലെ കാറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണമെന്താ? പ്രേമഭാജനത്തിന്റെ താഴ്വരയിലേക്ക്, അഥവാ തമുറു അലാ വാദിൽ ഹബീബി ഹവാഹ, മദീനയിലെ താഴ്വരയിലേക്ക് ആ കാറ്റിങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന കാറ്റിനോടാണ് സംഭാഷണം. നജ്ദിലിരുന്നു കൊണ്ടാണ് കരഞ്ഞ് പാടുകയാണ്. നജ്ദിലൂടെ കടന്നു പോകുന്ന കാറ്റിനോട് പറയുകയാണ്. മദീനയിലേക്ക് കടന്നു പോകുന്ന മന്ദമാരുതനോട് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് എത്തിപ്പെടാനുള്ള മോഹത്തിന്റെ ഇഷ്കിന്റെ ശക്തി കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് റഷീദുൽ ബഗ്ദാദിയുടെ കാവ്യശകലമാണ്. ഇതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീങ്ങളുടെ സ്വഭാവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഈമാൻ സലാമത്താവാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒട്ടനവധി ഔന്നിത്യങ്ങളും മഹത്വങ്ങളും നൽകിയിട്ടുണ്ട്. ഈ സലാത്തിലൂടെ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കരിഞ്ഞരുളിയ ഔദാര്യവും മഹത്വവും എണ്ണമറ്റതാണ്. അവിടുത്തെ മഹത്വത്തെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത്, സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചർച്ചകൾ ഇനിയും ഇൻഷാ അല്ലാഹ്, ഏതൊക്കെ ഭാഗങ്ങളിൽ സ്വലാത്ത് ചൊല്ലൽ പുണ്യമുള്ള സന്ദർഭങ്ങളുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിർബന്ധമായ സന്ദർഭങ്ങളുണ്ട്, അതുപോലെ ഏതൊക്കെ ഭാഗത്ത് സലാമിന്റെ രീതി, ശാസ്ത്രം എങ്ങനെ, സലാം എങ്ങനെയൊക്കെ, അതുപോലെ സ്വലാത്തിന്റെ ഫായിദകൾ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയും. ജലാഉൽ അഫ്വാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ സആദത്തുദ് ദാറൈൻ എന്ന് പറയുന്ന യൂസുഫ് നബ്ഹാനിയുടെ ഗ്രന്ഥത്തിലൊക്കെയും സ്വലാത്തിന്റെ ഫവായിദുകൾ എണ്ണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഫവായിദുസ് സ്വലാത്ത്, സ്വലാത്തിന്റെ ഫായിദകൾ, അതിന്റെ പ്രയോജനങ്ങൾ, അതുകൊണ്ടുള്ള ഫലങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വലാത്ത് ചൊല്ലുന്ന നാവ്, സ്വലാത്ത് മന്ത്രിക്കുന്ന നാവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നെ കേട്ട, എന്നെ സഹിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹു നാം ഏവരെയും അവന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടപ്പെട്ട അടിമകളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സംവിധാനത്തിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ഉസ്താദന്മാർ, നേതാക്കന്മാർ എല്ലാവർക്കും അല്ലാഹു അവന്റെ ഹൈറാത്തുകൾ, അവന്റെ ബറക്കാത്തുകൾ
കോരിച്ചൊരിഞ്ഞ് നൽകുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയുമൊക്കെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച് മരിച്ചുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ മുഴുവൻ നേതാക്കളും സദാത്യങ്ങളും പണ്ഡിതന്മാരും സാധാരണക്കാരും പ്രവർത്തകരുമായ ഒട്ടനവധി ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി നിലകൊള്ളുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം ഏവരെയും എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.